ഒരു ബിസിനസ് മീറ്റിങ്ങിലെ ചർച്ചയിലൊക്കെ അല്പം ആരെങ്കിലും മിണ്ടാണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അസ്വസ്ഥത തോന്നാറുണ്ടോ? അപ്പോൾ എന്താണ്ടാവുക വെച്ചാൽ നിശബ്ദത അങ്ങോട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് സംസാരിക്കാൻ തോന്നും അല്ലേ? ആരെങ്കിലും എന്തെങ്കിലും ആ നിശബ്ദത അങ്ങോട്ട് ഭംഗിക്കും. നിങ്ങളുടെ അറിവ് തെളിയിക്കാൻ കൂടുതൽ സംസാരിക്കേണ്ടതുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം, എല്ലാ ശക്തിയും കിടക്കുന്നത് വാക്കുകളിലല്ല. ഇറ്റ്സ് ഓൺലി 7% എന്ന് പറഞ്ഞു വാക്കുകളിൽ. ഈവൻ ഒന്നും പറയാതിരിക്കുന്നതിൽ വരെ ഭയങ്കര പവറാണ്. അത് ചിലപ്പോൾ ഏറ്റവും വലിയ ശക്തി തന്നെ കിടക്കുന്നത് നിശബ്ദതയിലാണ്. ഞാൻ OH റഹ്മാൻ, നിങ്ങളുടെ ഇന്നർ പവർ കോച്ച്. ഇതാണ് നിങ്ങളാരും അധികം പഠിപ്പിക്കാത്തൊരു കഴിവ്. എപ്പോൾ സംസാരിക്കണം എന്നതുപോലെ തന്നെ എപ്പോൾ സംസാരിക്കാതിരിക്കണം എന്ന കഴിവ്. ചിലപ്പോൾ ഒരു ഫുൾ സ്റ്റോപ്പം കിട്ടാണ്ടല്ലോ, അപ്പുറത്തെ ആളാകപ്പാടെ കൺഫ്യൂസ്ഡാവും. നമ്മൾ വിചാരിച്ച വഴിക്കും അയാളെ തലയിലെ ചിന്തകൾ അത് നമ്മൾക്ക് അനുകൂലമായിട്ട് അത് വഴി തിരിച്ചു വിട്ടു. വലിയ നേതാക്കൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അവരിങ്ങനെ വളവളാന്ന് ഓരോ നിമിഷവും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരല്ല. അവരാദ്യം കേൾക്കും, പിന്നെ അതിനൊന്ന് നിരീക്ഷിക്കും, പിന്നെ അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കും, എന്നിട്ട് ആവശ്യമായത് മാത്രം പറയും. ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവരുടെ വാക്കുകൾക്ക് എപ്പോഴും ഇങ്ങനെ വളവളാന്ന് കേൾക്കാത്ത വാക്കായതുകൊണ്ട് അവരുടെ വാക്കുകൾക്കൊരു ഭാരം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. ഇത് കുറച്ച് സംസാരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല ഒരു മനുഷ്യൻ ശക്തമാകുന്നത്. അതായത് ആവശ്യമായത് മാത്രം സംസാരിക്കാൻ കഴിയുക, അതൊരു കരുത്താണ്. കുറച്ച് സംസാരിക്കുക എന്നുള്ളതല്ല, അതല്ല കരുത്ത്. ആ പറയുന്ന കാര്യമുണ്ടല്ലോ. ഞാൻ ഇതിനു മുമ്പ് കേട്ടൊരു കോട്ട് ആലോചിച്ച് നോക്കണം. എനിക്കൊരു 5 മിനിറ്റ് സംസാരിക്കാൻ പറഞ്ഞു ഒരാളോട്, ഒരു നേതാവിനോട്. പുള്ളി പറഞ്ഞ് 2 ദിവസം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിയോട് അങ്ങനെയെങ്കിൽ ഒരു 10 മിനിറ്റ് സംസാരിക്കേണ്ടി വന്നാൽ നിങ്ങൾക്ക് 4 ദിവസം വേണ്ടി വരില്ലേ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് അങ്ങനെയെങ്കിൽ എനിക്കൊരു ദിവസം മതി എന്നാ. അപ്പോൾ കൗതുകം കൊണ്ട് ചോദ്യകർത്താവ് ചോദിച്ചു, എന്നാ 1 മണിക്കൂർ സംസാരിക്കാനോ? അതിന് ഞാൻ ഇപ്പോഴേ റെഡിയാണ്. അപ്പോൾ ആവശ്യമായത് സംസാരിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കരുത്ത്. ഇന്നു മുതൽ നിങ്ങളുടെ ആശയവിനിമയത്തിൽ ഈ 5 മാറ്റങ്ങൾ കൊണ്ടുവരിക. ഒന്നാമതായിട്ട് ആദ്യം കേൾക്കുക, പിന്നെ സംസാരിക്കുക. ചിലർ കേൾക്കുന്നില്ല, കേൾക്കുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ പറയാൻ വെമ്പി നിൽക്കുന്ന ആൾക്കാരെ കണ്ടില്ലേ? കേൾക്കുന്നില്ല, ഒന്ന് നിർത്തി കിട്ടിയിട്ടാണോ എനിക്കിവിടെ പറയാമെന്ന് വെച്ചിരിക്കുക. അങ്ങനെയല്ല, ആദ്യം സൈലൻ്റായിട്ട് റിസീവിങ്. ഒരു നല്ല സംഭാഷണം ആരംഭിക്കുന്നത് സംസാരിക്കുന്നതിലൂടെയല്ല. സംഭാഷണം എന്ന് പറഞ്ഞാൽ നമ്മളതാ മനസ്സിലാക്കിയില്ലേ? സംസാരിക്കുക, അത് കേൾക്കുന്നതിലൂടെയാണ്. ആളുകൾക്ക് അവരുടെ ചിന്തകൾ മുഴുവൻ പറയാൻ അവസരം കൊടുക്കുക. ആരെങ്കിലും നമ്മളോട് സംസാരിക്കുകയാണെങ്കിൽ അവരുടെ ചിന്തകൾ മുഴുവൻ പറയട്ടെ. ചിലപ്പോൾ നമുക്ക് സമയം ഉണ്ടാവില്ല അല്ലേ? അങ്ങനത്തെ ഒരു വിഷയം വരാം. അങ്ങനത്തെ സമയമില്ലാത്തവരെല്ലാവർക്കും കൊണ്ടുപോയി തലവെച്ച് കൊടുക്കുന്ന സ്ഥലത്ത് അത് ഉപയോഗപ്രദമാകണമെങ്കിൽ ഇങ്ങനെ ചെയ്യട്ടെ. അത് കേൾക്കുന്നവർക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കണമെങ്കിൽ, അയാളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാവണമെങ്കിൽ അയാൾക്ക് പറയാനുള്ളത് മുഴുവൻ പറയാൻ അയാളെ സമ്മതിക്കണം. ആ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചവർക്ക് മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ അല്ലേ? രണ്ടാമത്തെ കാര്യം, നിശബ്ദതയെ ഭയക്കരുത്. ഒരു ചോദ്യം കേട്ട ഉടനെ തന്നെ അങ്ങോട്ട് മറുപടി പറയേണ്ട ആവശ്യമില്ല. ആ ചോദ്യം ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു ചെറിയ ഇടവേള എടുക്കും, എന്നിട്ട് വേണമെങ്കിൽ ആ ചോദ്യം ഒന്ന് ആവർത്തിക്കാം. ഞാൻ ഈ മനസ്സിലാക്കിയത് തന്നെയാണോ എന്ന് പറഞ്ഞത്, എന്നിട്ട് സംസാരിക്കാം, എന്നിട്ട് നമുക്ക് പറയാനുള്ളത് പറയാം. ആ ചെറിയ നിശബ്ദത പലപ്പോഴും നിങ്ങളുടെ മറുപടിയെ കൂടുതൽ വ്യക്തവും പക്വവുമാക്കും. ഇത് പരിശീലിക്കേണ്ട വിഷയമുണ്ടോ? മൂന്നാമത്തെ കാര്യം, കുറച്ച് വാക്കുകളിൽ കൂടുതൽ അർത്ഥം നൽകുക. വളരെ കൂടുതൽ സംസാരിക്കുന്നവർ പലപ്പോഴും സ്വന്തം സന്ദേശം തന്നെ ദുർബലമാക്കും അല്ലെ? പറഞ്ഞ് അതാണ്ട് ഇല്ലാണ്ടാവും. നിങ്ങളുടെ വാക്കുകൾ ചുരുക്ക്, വ്യക്തമാക്ക്. ഓരോ വാക്യത്തിലും ഒരു ലക്ഷ്യമുണ്ടാകട്ടെ. അപ്പോഴാണ് ആളുകൾ നിങ്ങളുടെ വാക്കുകൾ ഓർത്തു വെക്കുക. നാലാമതായിട്ട്, വികാരാധീനമായിട്ട് പ്രതികരിക്കരുത്. അതായത് നമ്മളാരെങ്കിലും വിമർശിച്ചാൽ, പ്രകോപിപ്പിച്ചാൽ, അപമാനിച്ചാൽ ഉടൻ തന്നെ അങ്ങ് പ്രതികരിക്കേണ്ടതില്ല. ചില നിമിഷങ്ങളൊന്ന് മൗനം പാലിക്കുക. എന്നിട്ട് നമ്മൾ ആ വികാര വിക്ഷോഭമുണ്ടല്ലോ അതിനൊന്ന് നിയന്ത്രിക്കുക. ഒന്ന് ദീർഘനിശ്വാസമൊക്കെ ഒന്ന് നിയന്ത്രിക്കുക. അതേപടി അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഗുണത്തേക്കാളേറെ അത് ദോഷം ചെയ്യുന്നതായിരിക്കും. ശേഷം മറുപടി നൽകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കും. ചിലത് മറുപടി അർഹിക്കുന്നതായിരിക്കില്ല, വിമർശനങ്ങൾ മറുപടി അർഹിക്കുന്നതായിരിക്കില്ല. ഇഗ്നോർ ഇറ്റ്. ഓരോ ചോദ്യത്തിനും മറുപടി നൽകേണ്ട ബാധ്യത നിങ്ങൾക്കില്ല. അഞ്ചാമത്തെ കാര്യം, നിങ്ങളുടെ സാന്നിധ്യം സംസാരിക്കട്ടെ. നമ്മൾ ഊർജ്ജം അധികമൊന്നും ചിലവാക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ അവിടെ ഉണ്ടായാൽ മതി. അതായത് നിവർന്ന ഭാഷ, ശാന്തമായിട്ടുള്ള മുഖഭാവം. നിശബ്ദത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മവിശ്വാസമുള്ള നിശബ്ദത. ഞാൻ പറയാനുള്ളത് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ബോധ്യത്തിൽ നിന്ന് വരുന്നൊരു നിശബ്ദത. ഇവ ചിലപ്പോൾ 100 വാക്കുകളെക്കാൾ കൂടുതൽ സ്വാധീനം സൃഷ്ടിക്കും. റിമംബർ ദിസ്. നിശബ്ദത എന്ന് പറഞ്ഞാൽ അത് ബലഹീനതയല്ല, അത് ആത്മനിയന്ത്രണത്തിൻ്റെ അടയാളമാണ്. കേൾക്കാൻ അറിയാത്തവർക്ക് നല്ല നേതാക്കളാകാൻ കഴിയില്ല. എല്ലാ സമയത്തും സംസാരിക്കുന്നവർക്ക് എല്ലാ സമയത്തും പഠിക്കാനും കഴിയില്ല. കാരണം ഒരു കാര്യം, നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മളൊന്നും പഠിക്കുന്നില്ലല്ലോ. നമുക്കറിയുന്ന കാര്യമില്ലേ നമ്മൾ പറയുന്നത്. പഠനം
ഒരാളെ കുറിച്ചുള്ള പഠനം ആയിക്കോട്ടെ, അയാൾ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ആയിക്കോട്ടെ. അപ്പോൾ ആ മനസ്സിലാക്കൽ വരെ നടക്കണമെങ്കിൽ, ആ പഠനം നടക്കണമെങ്കിൽ എല്ലാ സമയത്തും സംസാരിക്കുന്നവർക്ക് എന്തുണ്ടാന്ന് വെച്ചാൽ പഠനം നടക്കില്ല, വളർച്ച ഉണ്ടാവില്ല. അതുകൊണ്ടാണ് IEAS ഇന്നർ എനർജി ആക്ടിവേഷൻ സിസ്റ്റം പരിശീലനത്തിൽ ആശയവിനിമയത്തോടൊപ്പം ആത്മനിയന്ത്രണത്തിനും ഇത്ര പ്രാധാന്യം നൽകുന്നത്. അത് ഇമോഷണൽ റെസിലിയൻസ്, ദാറ്റ്സ് വാട്ട് വി ക്രിയേറ്റ് ഹിയർ. കാരണം യഥാർത്ഥ സ്വാധീനം കൂടുതൽ സംസാരിക്കുന്നതിലൂടെയല്ല ഉണ്ടാകുന്നത്, ശരിയായ സമയത്ത് ശരിയായ വാക്കുകൾ തിരഞ്ഞെടുക്കാൻ പഠിക്കുന്നതിലൂടെയാണ്. ദിവസം രാവിലെയുള്ള ഈ ലൈവ് പവർ സെഷനിൽ പ്രായോഗിക മെൻറ്ററിങ് പരിശീലനങ്ങൾ ബിസിനസ് ലീഡർമാർക്കും സംരംഭകർക്കും പ്രൊഫഷണലുകൾക്കും ആവശ്യമായ ആത്മവിശ്വാസം, ആശയവിനിമയം, തീരുമാനമെടുക്കൽ, വികാര നിയന്ത്രണം എന്നീ കഴിവുകൾ വളർത്തിയെടുക്കാൻ എൻ്റെ മെൻറ്ററിങ് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ വാക്കുകൾക്ക് കൂടുതൽ വെയിറ്റ്, ഭാരം, നിങ്ങളുടെ സാന്നിധ്യത്തിൽ കൂടുതൽ ഗാംഭീര്യം, നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് കൂടുതൽ വ്യക്തത, നിങ്ങളുടെ നേതൃത്വത്തിന് കൂടുതൽ സ്വാധീനം, ഇതൊക്കെ വേണോ? എന്നാൽ ഈ IEAS ഇന്നർ എനർജി ആക്ടിവേഷൻ സിസ്റ്റം ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള യാത്രയിൽ നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കാരണം പലപ്പോഴും ലോകം ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് ഏറ്റവും കൂടുതൽ സംസാരിച്ചവരെയല്ല, ഏറ്റവും അർത്ഥവത്തായി സംസാരിച്ചവരെയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരാളുടെ വിജയം കാണുമ്പോൾ ഉണ്ടാകുന്ന അസൂയ എന്ന വികാരത്തെ അതിനെ നശിപ്പിക്കാതെ സ്വന്തം വളർച്ചയ്ക്കുള്ള പ്രചോദനമാക്കി എങ്ങനെ മാറ്റും എന്ന് നമ്മൾ പഠിക്കും. താരതമ്യത്തിൽ കുടുങ്ങാതെ അതിനെ മുന്നേറ്റത്തിനുള്ള ഇന്ധനമാക്കുന്ന മനോഭാവത്തെക്കുറിച്ച് നമ്മൾ വിശദമായി സംസാരിക്കും. സോ നമുക്ക് ആ വീഡിയോയിൽ കാണാം. ബൈ ഫോർ നൗ.